നമസ്കാരം, എല്ലാവർക്കും രശ്മി സാറിന്റെ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചവരി വെച്ചിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവ് തയ്യാറാക്കാമെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ചവരിയാണ്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ 250 ഗ്രാം ചവരിയുണ്ട്. നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ചവരിയാണ് എടുക്കുന്നത്. ചവരി നമുക്ക് 2 തരത്തിൽ കിട്ടും. ചെറിയ ചവരിയും കിട്ടും, കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള ചവരിയും കിട്ടും. അപ്പോൾ ആ വലിപ്പത്തിലുള്ള ചവരിയാണ് ഉപ്മാവിന് നല്ലത്. ഇനി ഇത് 2-3 തവണ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കണേ. നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് വെള്ളം ഇതേപോലെ നല്ല വെള്ള കളറായിട്ട് വരും. ഇത് ഇതിനകത്തുനിന്ന് വരുന്ന സ്റ്റാർച്ചാണ്. അപ്പൊ ഈ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ഉപ്മാവ് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി കളയാം. വെള്ളം നല്ല ക്ലിയർ ആവുന്നത് വരെ കഴുകിയെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വേണം. അതുപോലെ ചവരി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ടാപ്പിന്റെ അടിയിൽ കാണിച്ചിട്ട് കൈകൊണ്ടൊന്ന് അമർത്തി തിരുമ്മി കഴുകുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇതിനുള്ളിൽ സ്റ്റാർച്ചൊക്കെ നമുക്ക് പോയിട്ട് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി വെള്ളം മുഴുവനായിട്ട് അങ്ങ് കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ചവരി കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 1.5 കപ്പ് ചവരിയല്ലേ എടുത്തത്, അതുകൊണ്ട് ഇതിലേക്ക് 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് 6 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചവരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ മുഴുവനായിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് അമർത്തി നോക്കുമ്പോൾ നന്നായിട്ട് അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ചവരി കുതിർത്തിയതുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഇനി ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വറ്റൽമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണയിലിട്ടിട്ടൊന്ന് മുരിയിച്ചെടുക്കുകയാണെങ്കിൽ ഉപ്മാവിൽ കടിക്കൂല, അതിൻ്റെ ആ പച്ച ചുവയും ഉണ്ടാവില്ല. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള കനം കുറഞ്ഞരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള മതിയാകും കേട്ടോ. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നേരത്തെ കുതിർത്തി മാറ്റി വെച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കാം. കുതിർത്തി കഴിഞ്ഞതിന് ശേഷം ചവരിയിൽ വെള്ളമൊന്നും കൂടുതലായിട്ട് ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അതങ്ങ് ഊറ്റിക്കളഞ്ഞാൽ മതി. നമ്മൾ എടുക്കുന്ന ചവരിന്റെ അതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം പിന്നെ ഊറ്റിക്കളയാനൊന്നും ബാക്കി ഉണ്ടാവില്ല. ചവരി ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചവരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നങ്ങ് ആവി കയറുമ്പോൾ തന്നെ അതിൻ്റെ വെള്ള കളറൊക്കെ മാറിയിട്ട് നല്ല ജെല്ല് പോലെ ആയി വരുന്നുണ്ട്. ഇനി ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ എല്ലാ ചവരിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ആ വെള്ള കളറൊക്കെ മാറിയിട്ട് നല്ല ജെല്ല് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കിച്ചടിയിലൊക്കെ നമ്മൾ ചേർക്കുന്ന പോലെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതേപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇതൊന്നും പെറുക്കി കളയാതെ കഴിച്ചോളും. ഈ കപ്പലണ്ടി വറുത്തെടുത്തതാണ്. അതേസമയം നമ്മൾ കടുക് വറുക്കുന്നതിന്റെ കൂട്ടത്തിലാണ് കപ്പലണ്ടി ഇടുന്നതെങ്കിൽ ആ സമയത്ത് പച്ച കപ്പലണ്ടി ചേർത്താൽ മതി. അപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നോളുമല്ലോ. ചവരിയിൽ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അല്ലേ ഉള്ളത്, അപ്പോൾ കപ്പലണ്ടി ചേർക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീനും കൂടെ ആയിക്കോളും. അതേപോലെ നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് കടലപ്പരിപ്പൊക്കെ ചേർത്തതിൻ്റെ കൂടെ 2-3 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന നല്ല നാടൻ ഉപ്മാവിൻ്റെ ടേസ്റ്റ് കിട്ടും. പക്ഷെ ഇതേപോലെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ആരും ഒന്നും കളയാതെ കഴിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് താല്പര്യം പോലെ വേണമെങ്കിൽ കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ചവരീൻ്റെ കൂടെ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ 1/4 ടീസ്പൂൺ ഉപ്പേ ചേർത്തിരുന്നുള്ളൂ. ഇപ്പോഴും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക, പെട്ടെന്ന് ഉപ്പ് പിടിക്കും കേട്ടോ. ഇപ്പോൾ മൊത്തത്തിൽ 5 മിനിറ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ. അതിനുള്ളിൽ തന്നെ നമുക്ക് ചവരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ചവരി എടുത്തിട്ട് ഒന്ന് അമർത്തി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഒരുപാട് ഹാർഡായി പോകരുത്, റബ്ബർ പോലെ ആയി പോകരുത്. പാകത്തിന് നല്ല സോഫ്റ്റ് ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്
അപ്പോൾ തന്നെ നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാം. എല്ലാ ചവരയും ഒന്നൊന്നിൽ തൊടാതെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.